നെടുങ്കണ്ടത്തിനടുത്തേ പച്ചടിയിലെ കുരിശുപാറയിലാണ് കുഞ്ഞുമോൻ ചേട്ടൻ്റെ വീട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വീട് പുതുക്കി പണിതുകൊണ്ടിരിക്കുവാണേ. നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഉഷാറായിട്ട് കപ്പ അരിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേർ സെറ്റാണെങ്കിലോ ഓരോ കാര്യങ്ങൾ നല്ല എനർജറ്റിക്കായിട്ട് ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിള്ളേർ സെറ്റ് എന്ന് പറയാൻ നമ്മുടെ ആഗ്നസും ആൻസണും എബിനെയും ബിബിനെയും ആൽബിനും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആഗ്നസ് ആണ് ഓടി നടന്ന് ഇതെല്ലാം ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പ് കൂട്ടി ചെമ്പടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം നിറച്ച് തീ കത്തിച്ച് ഈ വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കപ്പയിട്ട് ഇത് വാട്ടിയെടുക്കുക ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ബ്രിജിൻ ചേട്ടൻ കപ്പ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെമ്പിനകത്ത് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ടേ. ബാബു ചേട്ടനും റോഷ്നി ചേച്ചിയൊക്കെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും നിങ്ങൾക്ക് പരിചയം കാണത്തില്ല. എന്നാലും ഞാൻ ഈ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നതേ, ഈ ഓരോ ആൾക്കാരും ഒരുമിച്ച് കൂടി ഒത്തൊരുമയോടെ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതൊരു കൂട്ടായ്മയായിട്ട് മാറുന്നത്. ഇതേ സമയത്ത് നമ്മുടെ കുറച്ച് ചേച്ചിമാരെ അപ്പുറത്ത് പാറയെല്ലാം അടിച്ച് വൃത്തിയാക്കി കപ്പ ഉണങ്ങാനായിട്ടുള്ള കള ഒരുക്കുന്നുണ്ടേ. ഈ സമയത്തെ നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടൻ്റെ ലീലാമ്മ ചേച്ചി അടുക്കളയിൽ നല്ല സ്വാദുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ലീലാമ്മ ചേച്ചിക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണേ. മനുഷ്യരോടെന്ന പോലെ തന്നെ മൃഗങ്ങളോടും ലീലാമ്മ ചേച്ചിക്ക് ഭയങ്കര സ്നേഹമാട്ടോ. കുഞ്ഞുമഞ്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തായിട്ടേ നമ്മുടെ പച്ചടി സെൻറ്റ് ജോസഫ് പള്ളിയുടെ കീഴിലുള്ള വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഒരു കപ്പേളപ്പള്ളിയുണ്ടേ. യൂദാശ്ലീഹായെ നമുക്കൊക്കെ അറിയാലോ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് യൂദാശ്ലീഹ അറിയപ്പെടുന്നത്. ഇവിടെ വന്നേ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യങ്ങളും സാധിക്കാതെ പോകത്തില്ല. അത് നമ്മൾ പച്ചടിക്കാരുടെ ഒരു വിശ്വാസമാണേ. നമ്മുടെ നാട്ടിലെ കാർന്നോമാരൊക്കെ പറയും കപ്പേളപ്പള്ളിയിലെ യൂദാശ്ലീഹായോട് പ്രാർത്ഥിച്ച അത് അച്ചട്ടാന്ന്. അതുള്ളതാകട്ടോ. വാട്ടാൻ അടുപ്പത്ത് വെച്ചിരുന്ന കപ്പ ഏറെക്കുറെ വാടിയിട്ടുണ്ടേ. ഇനി കുറേ നേരം കൂടി അത് വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വെന്തു പോവും. അതുകൊണ്ട് ചേട്ടന്മാരെല്ലാം വേഗം തന്നെ അത് വാരി മാറ്റിക്കൊണ്ടിരിക്കുക. വള്ളത്തിനകത്ത് കോരി വെച്ചിരിക്കുന്ന കപ്പ വെള്ളം തോർന്നു കഴിയുമ്പോഴേ നമ്മൾ ചേച്ചിമാരടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന പാറയിൽ കൊണ്ട് നിരത്തിയിടും. പിന്നെ അങ്ങോട്ട് കപ്പ ഉണങ്ങുന്നത് വരെ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കും. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ കുഞ്ഞുമോൻ ചേട്ടൻ്റെ അധ്വാനമാണ് നമ്മളിപ്പോൾ കണ്ടത്. കപ്പത്തണ്ട് നട്ട സമയത്ത് പട്ടിയും പൂച്ചയൊന്നും കയറി അത് നശിപ്പിച്ച് കളയാതെയും കപ്പക്കിഴങ്ങുണ്ടായ സമയത്ത് എലി വന്ന് തിന്നാതെയൊക്കെ കുഞ്ഞുമഞ്ചേട്ടൻ ഒരുപാട് കാവൽ നിന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ കർഷകരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം.